ഇന്ന് നമുക്ക് നമ്മുടെ വീട്ടിലെ മണ്ണില്ലാ കൃഷിയുടെ വിശേഷങ്ങൾ അറിയാം. വീട്ടിലുള്ള പുരയിടത്തിലുണ്ടാകുന്ന എല്ലാ കരിയിലകളും കൂട്ടി വെച്ച് ഒന്നുപോലും കത്തിച്ച് കളയാതെ എല്ലാം കൂട്ടി വെക്കും. അതേപോലെ തന്നെ പച്ചക്കറി വേസ്റ്റ്, ഉള്ളിത്തൊലി ഇതെല്ലാം നമ്മൾ കൂട്ടിയിട്ട് മണ്ണിൽ ഒരു ഭാഗത്തായിട്ട് ഇങ്ങനെ റൗണ്ടിൽ കൂട്ടിയിടും. അതിങ്ങനെ കുറേ നാൾ കൂട്ടിയിട്ട് കഴിയുമ്പോഴത്തേക്കിനും ഒരു 10-60 ദിവസത്തോളം എടുക്കും. ഇടയ്ക്കിടയ്ക്ക് നനച്ച് കൊടുക്കണം. മുകളിൽ എന്തെങ്കിലും ഒരു ചാക്ക് അങ്ങനെ എന്തെങ്കിലും മൂടിയിട്ടാൽ നല്ലത്. അങ്ങനെ ചെയ്ത് കഴിയുമ്പോഴത്തേക്കിന് ഇതുപോലെ നന്നായിട്ട് പൊടിഞ്ഞ് നല്ല വളമുള്ള നല്ല മണ്ണും ആയിട്ട് കിട്ടിയിട്ടുണ്ടാവും. അപ്പോൾ ഇതുപയോഗിച്ചാണ് ഞാൻ ഗ്രോ ബാഗിലും ചെടിച്ചട്ടിയിലും എല്ലാം മണ്ണ് നിറച്ച് ചെടികളും തൈകളും എല്ലാം നട്ട് കിളിർപ്പിക്കുന്നത്. ഇതേപോലെ നോക്കിക്കേ, ആ മുകളിലെ ലെയർ മാത്രം മാറ്റി കഴിയുമ്പോൾ നല്ല പൊടിഞ്ഞ് നല്ല സൂപ്പറായിട്ടുള്ള നല്ല പൊടിഞ്ഞുള്ള മണ്ണ് പോലെ തന്നെ മിക്സായിട്ടുള്ള വളമണ്ണ് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇതും നമ്മൾ കരിയില ചാക്കിൽ കൂട്ടി വെച്ചിട്ടുണ്ട്. അതും കൂടെ മിക്സ് ചെയ്താണ് നടുന്നത്. നോക്കിക്കേ, ചാക്കിൽ കരിയിലയെല്ലാം തൂത്തുകൂട്ടി അതെല്ലാം നമ്മൾ ചാക്കിൽ നിറച്ച് വെച്ചിട്ടുണ്ട്. അതിനുശേഷം നമ്മൾ ഒരു ചെടിച്ചട്ടിയിൽ അടിയിൽ വെള്ളം വാർന്നു പോകാനായിട്ട് എന്തെങ്കിലും ഒരു ഓട്ട് കഷ്ണം എന്തെങ്കിലും വെച്ചതിന് ശേഷം അതിന് മുകളിൽ കുറച്ച് ഈ നമ്മൾ മണ്ണില്ലാതെ ചെയ്തെടുത്ത ഈ മണ്ണ് ഇട്ടതിന് ശേഷം അതിന് മുകളിൽ കുറച്ച് കരിയില നമ്മളിതുപോലെ ഇടണം. അതിനുശേഷം അതിൻ്റെ മുകളിലായിട്ട് നന്നായിട്ട് കരിയില ഇട്ടതിന് ശേഷം അതിൻ്റെ മുകളിലായിട്ട് നമ്മൾ ആ നേരത്തെ നമ്മളെടുത്ത മണ്ണ് നമ്മളതിൻ്റെ മുകളിലായിട്ട് ഇട്ട് നിറച്ചതിന് ശേഷം വേണം നമ്മൾ തൈകൾ നടാനായിട്ട്. ഒന്ന് നനച്ച് കൊടുത്തതിന് ശേഷം വേണം തൈ നടാനായിട്ട്. യാതൊരു ചിലവില്ലാതെ നമ്മുടെ വീട്ടിലുണ്ടാകുന്ന അടുക്കളയിലെ ഫുഡ് വേസ്റ്റ് ആണെങ്കിലും അതേപോലെ തന്നെ കടയിൽ നിന്ന് കിട്ടുന്ന ഉള്ളിത്തൊലി അങ്ങനെയുള്ള എല്ലാ സാധനങ്ങളും നമുക്കിതുപോലെ പൊടിയാക്കി എടുക്കാനായിട്ട് പറ്റും. പ്ലാസ്റ്റിക് മാത്രം നമ്മൾ തരം തിരിച്ച് മാറ്റിയതിന് ശേഷം അത് ഹരിതകർമ്മസേനക്കാർ വന്ന് കൊണ്ടുപോകും. ചട്ടിയിൽ നിറച്ച് വെച്ചതിന് ശേഷം ഞാൻ വെണ്ടത്തൈയാണ് ഇപ്പം നട്ട് കാണിക്കുന്നത്. കുറച്ച് വെള്ളം ഒഴിച്ചതിന് ശേഷം തൈ പോട്രയിൽ കിട്ടിയ തൈയാണ്. ആ തൈ നമ്മളെടുത്ത് ഈ ചട്ടിയിൽ നടുന്നു. ഇതിൽ കിട്ടുന്ന മണ്ണ് നല്ല വളം കൂടെ ചേർന്ന മണ്ണായതുകൊണ്ട് നമുക്ക് അധികം വളമൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല. നന്നായിട്ട് ഉണ്ടായി വരുന്നുണ്ട്. ഞാൻ നേരത്തെ കാണിച്ച ക്യാബേജ്, കോളിഫ്ലവർ ഇതെല്ലാം ചട്ടിയിൽ നട്ടിരുന്നത്, ഗ്രോ ബാഗിൽ നട്ടിരുന്നതെല്ലാം ഇതേപോലുള്ള മണ്ണ് ഉപയോഗിച്ചാണ് ഞാൻ നട്ടിട്ടുള്ളത്. അതുകൊണ്ട് നോക്ക്, ഇതുപോലെ കൂട്ടിയിട്ടിട്ടുള്ള മണ്ണും ആ മണ്ണ് ഉപയോഗിച്ച് ചെറിയ ഗ്രോ ബാഗിനകത്ത് നിറച്ച് വെച്ചതാണ് കാണിച്ചിട്ടുള്ളത്. അതുപോലെ തന്നെ ചട്ടിയിൽ നട്ടിട്ടുള്ള തൈകളാണ് ഈ കിളിർത്ത് വരുന്നതെല്ലാം. നോക്കിക്കേ, അതേപോലെ വേണ്ട കുക്കുംബർ നന്നായിട്ടുണ്ടായിട്ടുണ്ട്. കുക്കുംബർ ചെടികളും ഇതുപോലെ നട്ടിട്ടുണ്ട്. ഇതാണ്ട് ക്യാബേജ്, കോളിഫ്ലവർ ഇതെല്ലാം നന്നായിട്ട് പിടിച്ച് വരുന്നുണ്ട്. ഇതെല്ലാം ഇതേ രീതിയിൽ തന്നെ മണ്ണ് നിറച്ച് നട്ടതാണ്. ഇതുവഴി നമുക്ക് അടുക്കള മാലിന്യം ഇതെല്ലാം നമുക്ക് ഇതേപോലെ തന്നെ നടുന്നതുകൊണ്ട് നമുക്ക് പറ്റും.